Okay, അപ്പോൾ നമ്മൾ ആക്ച്വലി സി പ്രോഗ്രാമിങ്ങിൻ്റെ അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും, അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ IDE പറ്റി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ല നമ്മൾ ആക്ച്വലി സി പ്രോഗ്രാമിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഓൺലൈനായിട്ട് കുറേയധികം കമ്പൈലർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സി പ്രോഗ്രാമിങ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി സി പ്രോഗ്രാമിങ്ങിൻ്റെ IDE ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്ത് നോക്കാം. അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈനിലുള്ള ഒരു GDB ഓൺലൈൻ കമ്പൈലർ എന്ന് പറയുന്നൊരു കമ്പൈലർ യൂസ് ചെയ്തുകൊണ്ടാണ് സി പ്രോഗ്രാമിങ് പഠിക്കാൻ പോകുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ചെന്നിട്ട് ഓൺലൈൻ GDB കമ്പൈലർ, റൈറ്റ്, അപ്പോൾ ഇതെടുക്കുക. ഇതിൽ ഒന്നാമത്തെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പൈലറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു ഇങ്ങനെയാണ് ഇതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ മുകളിൽ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ്. അവിടെ നമ്മൾ ആദ്യം C ആക്കി വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. കാര്യം നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അസൈൻമെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് തരാൻ നേരത്ത് നമുക്ക് ഇതിൽ ത്രൂ തരാൻ പറ്റും, റൈറ്റ്. അതിനുശേഷം ഞാൻ ആക്ച്വലി ഇതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യുവാണ്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം തന്നെ കിടക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യാൻ നേരത്ത് കണ്ടോ, ഹലോ വേൾഡ് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളൊന്നും ഇതെടുത്ത് കൺഫ്യൂസ്ഡ് ആകണ്ട. ഇതെന്താണ് ഇതിൻ്റെ ഈ എഴുതിയേക്കുന്ന ഈ ഒരു കോഡ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്ന് മാത്രം ചെക്കൗട്ട് ചെയ്യുക. കാര്യം IDE ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. ഇനി നിങ്ങളൊരു മൊബൈൽ യൂസർ ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം, കാര്യം ഇത് ഓൺലൈൻ അവൈലബിൾ. അല്ല എങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ആപ്പ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു, ഡീകോഡർ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് വളരെ നല്ലൊരു ആപ്പാണ്. ഒട്ടുമിക്ക ലാംഗ്വേജ് നമുക്കതിൽ ചെയ്ത് നോക്കാം. ഇൻ കേസ് ഇത് പറ്റിയില്ലെങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാം. മൊബൈൽ യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോഡിങ് ചെയ്ത് നോക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഇൻ കേസ് അതിലെന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, എന്തായാലും നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം, റൈറ്റ്. അതുപോലെ തന്നെ നിങ്ങളൊരു കമ്പൈലർ മൊബൈൽ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പേര് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കോ കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബൈ.